ജനുവരി 16 വിശുദ്ധ ഹൊണോറാറ്റസ്. ഫ്രാൻസിലെ ഗൗളിൽ താമസമാക്കിയ ഒരു റോമൻ സ്ഥാനപതി കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഹൊണോറാറ്റസിൻ്റെ ജനനം. അക്കാലത്ത് സമൂഹത്തിൽ വളർന്നു വന്ന വലിയ ഒരു വിപത്തായിരുന്നു വിഗ്രഹാരാധന. എന്നാൽ യൗവന കാലഘട്ടത്തിൽ തന്നെ ഹൊണോറാറ്റസ് വിഗ്രഹാരാധന ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ മൂത്ത സഹോദരനായ വെനാൻസിയൂസിനെയും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് തിരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ ലോക ജീവിതത്തിലെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കിയ അവർ അത് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ കടുത്ത വിഗ്രഹാരാധകനായ അവരുടെ പിതാവ് ഇവരുടെ മാനസാന്തരത്തിൽ കോപാകുലനായി. ഇത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിനാൽ അവർ സന്യാസിയായ വിശുദ്ധ കാപ്രിയൂസിനെ തൻ്റെ ആത്മീയ നേതാവായി സ്വീകരിച്ചുകൊണ്ട് മാർസില്ലസിൽ നിന്നും ഗ്രീസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഏതെങ്കിലും മരുഭൂമിയിൽ അജ്ഞാതവാസം നയിച്ചുകൊണ്ട് ധ്യാനിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. മെദോൺ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധൻ്റെ സഹോദരനായ വെനാൻസിയൂസ് സമാധാനത്തോടുകൂടി മരിച്ചു. വിശുദ്ധ ഹൊണോറാറ്റസിന് രോഗം പിടിപെട്ടതിനാൽ ഗുരുവിനൊപ്പം സ്വദേശത്തേക്ക് തിരിച്ചു വരുവാൻ തീരുമാനിച്ചു. ചുരുങ്ങിയ വർഷക്കാലം അദ്ദേഹം ഫ്രേജസിന് സമീപം മലനിരകളിൽ ആശ്രമ ജീവിതം നയിച്ചു. പിന്നീട് തീരത്തോട് ചേർന്ന് സമുദ്രത്തിലുള്ള ദ്വീപുകളിലും ഇപ്പോൾ ഹൊണോറെ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ദ്വീപിലും താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി. തുടർന്നാണ് വിശുദ്ധൻ വളരെ പ്രസിദ്ധമായ ലെരിൻസിലെ ആശ്രമം സ്ഥാപിക്കുന്നത്. തൻ്റെ കുറേ അനുയായികളെ അദ്ദേഹം പൊതുസമൂഹത്തിൽ കഴിയുവാൻ അനുവദിച്ചു. പക്വതയാർജിച്ചവരും പൂർണ്ണരുമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ചിലരെ പ്രത്യേക പ്രേക്ഷിത വേലയ്ക്കായി നിയമിച്ചു. വിശുദ്ധ പച്ചോമിയൂസിൻ്റെ നിയമങ്ങളാണ് അദ്ദേഹം മുഖ്യമായും തൻ്റെ ആശ്രമത്തിൽ പിന്തുടർന്നിരുന്നത്. വിശുദ്ധനായ ആശ്രമാധികാരിയുടെ കീഴിൽ അനുകമ്പയുടെയും എളിമയുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും മഹത്തായ മാതൃക പഠിച്ച സന്യസ്തരുടെ ആശ്രമ ജീവിതത്തെപ്പറ്റി വിശുദ്ധ ഹിലരി വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. 426 സഭാധികാരികളുടെ നിർദ്ദേശത്താൽ വിശുദ്ധ ഹൊണോറാറ്റസ് ആൾസിലെ മെത്രാപോലിത്തയായി അഭിഷിക്തനായി. 429 അദ്ദേഹം ദൈവസന്നിധിയിൽ നിദ്ര പ്രാപിച്ചു.